ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്രോ ബാഗിൽ നടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കളകളുടെ ആക്രമണം വളരെ കുറവാണ്. പക്ഷേ ഗ്രോ ബാഗിൻ്റെ താഴെ നല്ല രീതിയിൽ കളകൾ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റുകയാണ് ഞാൻ. ഇവിടെ എല്ലായിടവും വൃത്തിയായാൽ മാത്രമേ കീടങ്ങളുടെയും അതുപോലെ രോഗങ്ങളുടെയും ആക്രമണം കുറയുകയുള്ളൂ. അല്ലെങ്കിൽ ചെടികളെ നന്നായി ഇതെല്ലാം ആക്രമിക്കും. ഈ പുല്ലിലൊക്കെ ഉണ്ടാകുന്ന ഓരോ പ്രാണികൾ വന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ പറ്റിച്ചേർന്ന് ഓരോ രോഗങ്ങൾ കീടങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് കൃഷിയിടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. നല്ല രീതിയിൽ വൃത്തിയായി ഒരു പുല്ലോ പൊടിയോ ഇല്ലാതെ എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ 2-3 കപ്പത്തണ്ട് നട്ടിട്ടുണ്ട് അവിടെ, അതിൻ്റെ പുല്ല് വരിക്കാണ്. അപ്പോൾ ഈ റോസാ പുഷ്പങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ തണ്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ അത് തളർത്തുകൊണ്ട് വീണ്ടും പൂക്കളുണ്ടാകുന്നുണ്ട്. മുട്ടുകൾ ധാരാളമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നല്ല ധാരാളം മുട്ടുകൾ ഇപ്പോൾ തന്നെ ഉണ്ട്. വർഷകാലത്തുള്ള പോലെ തന്നെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പൂക്കളും ഇതേപോലെ നമ്മൾ പൂക്കൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അത് വീണ്ടും പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഒരു രീതി മാത്രമാണ്. പിന്നെ അത്യാവശ്യമത്തിന് മാത്രമല്ലാതെ കൂടുതൽ വളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പന്നീറിന്. അത് നമുക്ക് നഷ്ടമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ഈൽഡും ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ കാണാൻ മാത്രമല്ലേ. അപ്പോൾ അതിന് വില കൂടിയ വളങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ തടങ്ങളിലൊക്കെ നല്ല വൃത്തിയായി കാണണം. അല്ലെങ്കിൽ ഒരു പുല്ല് മുളച്ചിട്ട് കണ്ടെങ്കിൽ അപ്പോൾ അതിനെ പറിച്ച് കളയുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ തന്നെ അത് മാറ്റി നല്ല ഇങ്ങനെ കൈകൊണ്ട് തന്നെ മണ്ണിങ്ങനെ ഇളക്കി കൊടുത്തെങ്കിൽ നല്ല വളർച്ചയുണ്ടാവും. അതുപോലെ തന്നെ കാണാൻ നല്ല വൃത്തിയായിട്ടിരിക്കും. എപ്പോഴും പുല്ല് മുളച്ചിട്ട് കാണുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു രസമില്ലല്ലോ കാണുമ്പോൾ. അതാണ്. അപ്പോൾ നല്ല കറുത്ത മണ്ണാണ്. ഇതാ കഥ എന്ത് നല്ല മണ്ണ്. ഇതുപോലെ നല്ല പുട്ടുപൊടുപോലെ ഉണ്ടാകണം മണ്ണിങ്ങനെ തരി ഒരു കല്ല് ഇത് ഉണ്ടെങ്കിൽ അതിന് വേരത്വത്തിന് തടസ്സമുണ്ടാകുന്നതാണ്. അപ്പോൾ നല്ല പുട്ടുപൊടി പോലെ ഇരിക്കണം മണ്ണ്. അപ്പോഴാണ് ചെടിക്ക് നല്ല വളർച്ചയും നല്ല കായ്ഫലവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മണ്ണ് അരിച്ചിട്ട് നല്ല കല്ലും ചരലെല്ലാം ഇല്ലെടുത്ത് നമുക്ക്